നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ ജന്മതത്വ നിരൂപണം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് അദിതിയുടെ ശാപകഥ ആണ്. അത തൃതീയോധ്യായ അതിഥിയുടെ ശാപകഥ. വ്യാസ ഉവാച കാരണാനി ബഹുന്യത്രാപ്യവതാരേ ഹരേ കില സർവേഷാം ചൈവ ദേവാനാം അംശാവതാരണേഷ്വപി. ദേവന്മാരുടെയെല്ലാം അംശാവതാരത്തിന് ഓരോ കാരണമുള്ളതുപോലെ ഹരിയുടെ ഈ അവതാരത്തിനും പല കാരണങ്ങളുണ്ട്. വസുദേവാവതാരസ്യ കാരണം ശൃണു തത്വദാ ദേവക്യാശേവ രോഹിണ്യ അവതാരസ്യ കാരണം. വസുദേവരുടെ ജനനത്തിനുള്ള യഥാർത്ഥമായ കാരണം എന്തായിരുന്നുവെന്ന് കേട്ടുകൊള്ളൂ. അതുപോലെ ദേവകിയുടെയും രോഹിണിയുടെയും ജനനത്തിനുള്ള കാരണവും. ഏകദാ കശ്യപ ശ്രീമാൻ യജ്ഞാർത്ഥം ധേനുമാഹരത് യാചിതോ അയം ബഹുവിധം ന ദദൗ ധേനുമുത്തമാം. ഒരിക്കൽ കശ്യപ പ്രജാപതി യജ്ഞത്തിനു വേണ്ടി വരുണന്റെ ധേനുവിനെ അപഹരിച്ചു. വരുണൻ വന്ന് പല വിധത്തിൽ കേണ് അപേക്ഷിച്ചിട്ടും കശ്യപൻ അതിനെ കൊടുത്തില്ല. വരുണസ്തു തതോ ഗത്വാ ബ്രാഹ്മണം ജഗദപ്രഭും പ്രണമ്യോ വാചാ ദീനാത്മാ സുദുഃഖം വിനയാന്വിത. അതുകൊണ്ട് വരുണൻ ജഗത്പ്രഭുവായ ബ്രഹ്മാവിന്റെ സന്നിധിയിൽ എത്തി. നമസ്കരിച്ചതിനു ശേഷം ദീനമനസ്കനായ വരുണൻ സ്വദുഃഖം അദ്ദേഹത്തെ സവിനയം അറിയിച്ചു. കിം കരോമി മഹാഭാഗ മത്തോ അസൗ ന ദദാതികാം ശാപോ മയാ വിസൃഷ്ടോ അസ്മൈ ഗോപാലോ ഭവമാനുഷേ. മഹാഭാഗ, ഉന്മത്തനായ ആ കശ്യപൻ എൻ്റെ ധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോയി. ഞാൻ യാചിച്ചിട്ടും അതിനെ തിരികെ തരുന്നില്ല. ഞാൻ എന്തു ചെയ്യട്ടെ? മനുഷ്യനായി പിറന്ന് പശുപാലകനായി ഭവിക്കട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്തു. ഭാര്യേതോ അഭി തത്രൈവ ഭവേതാം ചാതി ദുഃഖിത യദോ വത്സാരുദന്ത്യദ്ര മാതൃഹീന സുദുഃഖിത. ആ മനുഷ്യജന്മത്തിലും അങ്ങേക്ക് ദുഃഖിതരായ 2 ഭാര്യമാർ ഉണ്ടായിരിക്കും. എന്തെന്നാൽ പൈക്കിടാക്കൾ തള്ളയില്ലാത്തവരായി കേഴുകയാണ്. മൃതവത്സാദിതസ്മാത് ഭവിഷ്യതി ധരാതലേ കാരാഗാര നിവാസാച തേനാഭി ബഹുദുഃഖിത. അതുകൊണ്ട് അതിഥി ഭൂമിയിൽ ജനിച്ച് കുഞ്ഞുങ്ങൾ മരിച്ച മാതാവായി തീരും. കാരാഗ്രഹത്തിൽ കിടന്ന് അത്യധികം ദുഃഖിക്കേണ്ടതായിട്ട് വരും. വ്യാസ ഉവാച തശ്രുത്വാ വചനം തസ്യ യഥോ നാദസ്യ പത്മഭോ സമാഹൂയ മുനിം തത്ര തമോവാച പ്രജാപതി. ജലാധിപതിയായ വരുണന്റെ വാക്ക് കേട്ട പത്മസംഭവൻ മുനിയെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു. കസ്മാത്വയാ മഹാഭാഗ ലോകപാലസ്യ ധേനവാം വൃഥാ പുനർന ദത്താശ കിമന്യായാം കരോഷി ച. മഹാഭാഗ, ലോകപാലനായ വരുണന്റെ കോക്കളെ അങ്ങ് അപഹരിച്ചു കൊണ്ടുപോയല്ലോ. അദ്ദേഹം വന്ന് യാചിച്ചിട്ടും അങ്ങ് അവയെ മടക്കി കൊടുത്തില്ല. അങ്ങ് എന്തുകൊണ്ട് ഈ അന്യായം ചെയ്തു? ജാനന്യായം മഹാഭാഗ പരവിത്വാപഹാരണം കൃതവാൻ കഥമന്യായം സർവജ്ഞോ അസി മഹാമതേ. മഹാഭാഗ, ന്യായം അറിയാവുന്ന അങ്ങ് അന്യരുടെ ധനം അപഹരിക്കുക എന്ന അന്യായം ചെയ്തത് എന്തുകൊണ്ട്? മഹാമതേ, അങ്ങ് എല്ലാം അറിയുന്നവനാണല്ലോ. അഹോ ലോഭസ്യ മഹിമ മഹതോ അഭി ന മുഞ്ചതേ ലോഭം നരകദം നൂനം പാപാകരണ സമ്മതം. അംബേ, ലോഭത്തിന്റെ പിടിയിൽ മഹാത്മാക്കളും വിമുക്തരല്ലോ. ലോഭം നരകപ്രദമാണ്. അത് പാപത്തിന്റെ ഉറവിടവും നിന്ദ്യവുമാണ്. കശ്യപോ അഭിനതം തൃക്തം സമർത്ഥ കിം കരോമ്യഹം സർവദൈവാദികസ്തസ്മാ ലോഭോ വൈകൽപിതോ മയാം. കശ്യപനും അതിനെ ഉപേക്ഷിക്കാൻ ശക്തനല്ല. എന്നാൽ എന്തു ചെയ്യട്ടെ? അതുകൊണ്ട് എല്ലാത്തിനും മീതെ ആണ് ഞാൻ ലോഭത്തിനു സ്ഥാനം നൽകിയതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ധന്യാസ്തേ മുനയശാംദ ജിതോ യർലോഭ ഏവ ജാം വൈശാഖനസേ സമപരേ പ്രതിഗ്രഹപരം മുഖേ. വൈഖാനസന്മാരും ശമം ശീലിച്ചവരും പ്രതിഗ്രഹത്തിൽ വിമുഖന്മാരുമായ ആ മുനിമാരാണ് ലോഭത്തെ ത്യജിച്ചവർ. അവരാണ് ധന്യർ. സംസാരേ ഫലവാൻ ശത്രു ലോഭോ അമേധ്യോ അവര സദാ കശ്യപോ അഭി ദുരാചാര കൃതസ്നേഹി ദുരാത്മന. സംസാരത്തിലെ ഏറ്റവും നിന്ദ്യവും നിഷ്കൃഷ്ടവുമായ ശത്രുവാണ് ലോഭം. ദുരാത്മാവായ ആ ശത്രു സ്നേഹവാനായ കശ്യപനെയും
ദുഷിപ്പിച്ചു കളഞ്ഞുവല്ലോ. ബ്രഹ്മാവീതം ശശാപാദ കശ്യപം മുനിസപ്തമം മര്യാദാരക്ഷണാർത്ഥം ഹി പൗത്രം പരമല്ലഭം. മുനിശ്രേഷ്ഠനും തൻ്റെ വാത്സല്യപുത്രനുമായ കശ്യപനെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി ബ്രഹ്മാവും ശപിച്ചു. അംശേന ത്വം പൃഥ്വ്യാം വൈ പ്രാപ്യ ജന്മ യഥോകുലേ ഭാര്യാഭ്യാം സംയുതസ്തത്ര ഗോപാലത്വം കരിഷ്യസി. അംശം കൊണ്ട് അങ്ങ് ഭൂമിയിലെ യദുകുലത്തിൽ ജനിച്ച് ഭാര്യമാരോട് കൂടി അവിടെ പശുപാലകനായി ഭവിക്കട്ടെ. വ്യാസ ഉവാച ഏവം ശപ്ത കശ്യപോ അസൗ വരുണേന ച ബ്രാഹ്മണ അംശാവതാരണാർത്ഥായ ഭൂഭാരഹരണായ ച. ഹരിക്ക് അംശാവതാരം കൈക്കൊള്ളുവാനും അങ്ങനെ ഭൂഭാരം ഇല്ലാതാക്കാനും വേണ്ടി വരുണനും ബ്രഹ്മാവും കശ്യപനെ ശപിച്ചു. തദാദിത്യാദിതി ശപ്ത ശോകസന്തപ്തയാ വൃഷം ജാതാ വിനശ്വേരസ്തവ പുത്രാസ്തു സപ്തവൈ. അതുപോലെ ശോകാർത്ഥയായ ദിതിയും അതിഥിയെ ശപിച്ചു. നിനക്കുണ്ടാവുന്ന 7 പുത്രന്മാരും ഉണ്ടാവുന്ന ഉടൻ തന്നെ നശിക്കട്ടെ. ജനമേജയ ഉവാച തസ്മാദിത്യാ ഭഗിനി ശപ്തേന്ദ്രജനനി മുനെ കാരണം വദ ശാപേ ച ശോകസ്തു മുനിസത്തമ. മുനെ, ഇന്ദ്രജനനിയായ അതിഥിയെ എന്തിനാണ് അവളുടെ സഹോദരിയായ ദിതി ശപിച്ചത്? എന്താണ് അതിന് കാരണമെന്ന് പറയൂ, എനിക്കതിൽ ദുഃഖം തോന്നുന്നു. സൂത ഉവാച പരീക്ഷിതേന പൃഷ്ടസ്തു വ്യാസ സത്യവതി സുധാ രാജാനം പ്രത്യുവാചേദം കാരണം സുസമാഹിത. പരീക്ഷിത്തിന്റെ പുത്രൻ ഇങ്ങനെ ചോദിച്ചത് കേട്ടപ്പോൾ സത്യവതി പുത്രനായ വ്യാസൻ അല്പം ആലോചിച്ചിട്ട് അതിന്റെ കാരണമെന്തെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. വ്യാസ ഉവാച രാജൻ ദക്ഷസുതേ ദ്വേതോ ദിശിശാദീതുരുത്തമേ കശ്യപസ്യ പ്രിയേ ഭാരേ ബഭൂവദൂരുക്രമേ. രാജാവേ, ദക്ഷ പ്രജാപതിയുടെ ഉത്തമ പുത്രിമാരായിരുന്നുവല്ലോ ദിതിയും അതിഥിയും. 2 പേരും കശ്യപന് പ്രിയപ്പെട്ട പ്രധാന പത്നിമാരായിരുന്നു. ആദിത്യാമഗവാ പുത്രോ യഥാ ഭൂതതി വീര്യവാൻ തഥാ ദോദാദൃശം പുത്രം ചകമേ ദിതിരോജസ. അതിഥിയിൽ അതിവീര്യനായ ഇന്ദ്രൻ ഉണ്ടായപ്പോൾ മുതൽ അത്രത്തോളം ഫലവാനായ ഒരു പുത്രൻ തനിക്കും ഉണ്ടാകണമെന്ന് ദിതിയും ആഗ്രഹിച്ചു തുടങ്ങി. പതിമാഹാസിതാപാംഗേ പുത്രം മേ ദേഹി മാനദ ഇന്ദ്രതുല്യം ധലം വീരം ധർമ്മിഷ്ടം വീര്യവത്തമം. ഹേ മാനദ, അങ്ങ് ബലവാനും ധർമ്മിഷ്ഠനും വീരനും വീര്യവാന്മാരിൽ അഗ്രിമനും ഇന്ദ്രതുല്യനുമായ ഒരു പുത്രനെ എനിക്ക് നൽകിയാലും എന്ന് സുന്ദരിയായ ദിതി ഭർത്താവിനോട് അപേക്ഷിച്ചു. താമുവാച മുനി കാന്തേ സ്വസ്ഥാഭവമയോദിതേ പ്രദാം ദേവവിദാ തുഭ്യം ശതക്രതുസ്തമസൂതാം. സുധാ, അവളോട് മുനി പറഞ്ഞു, പ്രിയേ സമാധാനപ്പെടൂ. ഞാൻ പറഞ്ഞ വ്രതത്തിന്റെ അവസാനം നിനക്ക് ഇന്ദ്രതുല്യനായ ഒരു പുത്രൻ ജനിക്കും. സാതദേദേ പ്രത്യുശ്രുത്യ ചകാര വ്രതമുത്തമം നിശക്തം മുനിനാ ഗർഭം ബിഭ്രണാസു മനോഹരം. അവൾ അങ്ങനെ തന്നെ എന്ന് തീരുമാനിച്ച് മഹർഷി ഉപദേശിച്ച ഉത്തമമായ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. മുനിയിൽ നിന്നും മനപ്രീതികരമായ ഗർഭവും ധരിച്ചുകൊണ്ട് അവൾ വ്രതം അനുഷ്ഠിച്ചു. ഭൂമൗചകാര ശയനം പയോവ്രതപരായണ പവിത്രാധാരണായുക്ത ബഭൂവ വരവർണിനി. പരിശുദ്ധമായ ചിന്തയോടും വിശ്വാസത്തോടും കൂടി കുലീനയായ അവൾ തറയിൽ കിടന്ന് പയോവ്രതം അനുഷ്ഠിച്ചു. ഏവം ജാത സുസമ്പൂർണോ യഥാ ഗർഭോ അതിവീര്യവാൻ ശുഭ്രാംശോമതിദീപ്താംഗിം ദിതിം ദൃഷ്ട്വാതിദുഃഖിത. അതിവീര്യം സംയുക്തമായ ഗർഭം പൂർണ്ണമായപ്പോൾ വെൺകതിർ തിളക്കം പൂണ്ട ദിതിയെ കണ്ട് അതിഥിക്ക് വളരെ ദുഃഖമായി. മഗവത്സദൃശപുത്രോ ഭവിഷ്യതി മഹാബലാം ഇത്യാസ്തദാ മമാസുതസ്തേജോഹീനോ ഭവേത് കിലാം. ഇന്ദ്രതുല്യനും ഫലവാനുമായ പുത്രൻ ദിതിക്ക് ഉണ്ടാകുന്ന പക്ഷം എൻ്റെ പുത്രൻ തേജസ്സറ്റവനായി തീരുമല്ലോ. ഇത് ചിന്തപരാപുത്രമിന്ദ്രം ചോവാചമാനിനീം ശത്രുസ്തേ അദ്യ സമുത്പന്നോ ദിതി ഗർഭേ അതിവീര്യവാൻ. ഇങ്ങനെ ചിന്താധീനായി തീർന്ന ആ മാനിനി സുപുത്രനോട് പറഞ്ഞു, നിനക്ക് അതിശക്തനായ ഒരു ശത്രു ദിതിയുടെ ഗർഭത്തിൽ ജനിച്ചിട്ടുണ്ട്. ഉപായം കുരുനാശായ ശത്രോരദ്യ വിചിന്യ ച ഉൽപ്പത്തിരേവ ഹന്തവ്യ ഭിത്യാഗർഭസ്യ ശോഭന. ആ ശത്രുവിനെ നശിപ്പിക്കാൻ നല്ലപോലെ ആലോചിച്ചിട്ട് ഒരു ഉപായം കണ്ടെത്തണം. ഹേ ശോഭന,
ദിതിഗർഭത്തിൻ്റെ മൂലച്ഛേദം തന്നെ നടത്തണം. വീക്ഷ്യാതാമസീതാപാംഗീം സപ്തനീ ഭാവമാസ്ഥിതാം ധൂനോതി ഹൃദയേ ചിന്താ സുഖമർമ്മ വിനാശിനി. സപത്നി ഭാവത്തിലിരിക്കുന്ന ആ സുന്ദരാംഗിയെ കണ്ടിട്ട് സുഖം കെടുത്തുന്ന ചിന്ത എൻ്റെ ഹൃദയത്തെ തളർത്തിക്കളയുന്നു. രാജയക്ഷ്മേവ സംവൃദ്ധോ നഷ്ടോ നൈവ ഭവേദ്രുഭോ തസ്മാദംഗുരിതം ഹന്യാത് ബുദ്ധിമാനഹിതം കില. ആ ശത്രു ക്ഷയരോഗം പോലെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നശിക്കുകയില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവൻ അഹിതമായ അതിനെ മുളയിലെ നുള്ളിക്കളയണം. ലോഹശങ്കുരിവ ക്ഷിപ്തോ ഗർഭോ വൈഹൃദയേ മമ ഏന കേനാപ്യോപായേന പാദയാദ്യ ശതക്രതോ. ദിതിയുടെ ഗർഭം എൻ്റെ ഹൃദയത്തിൽ ഒരു ഇരുമ്പാണി കണക്കെ തുളച്ചു കയറുന്നു. ഇന്ദ്ര, അതിനെ ഏതു മാർഗത്തിലൂടെയായാലും വേണ്ടില്ല നശിപ്പിക്കണം. സമാധാനബലേനാഭിഹിംസനീയസ്ത്വയാ സുധാ നിത്യാഗർഭോ മഹാഭാഗാ മമ ചേദീച്ഛസി പ്രിയം. മകനെ, എൻ്റെ ഇഷ്ടം വേണമെന്ന് നീ ആഗ്രഹിക്കുമെങ്കിൽ സമാധാന ഭേദങ്ങളിൽ ഏതെങ്കിലും ഉപായം കൊണ്ട് അതിനെ നീ നശിപ്പിക്കണം. സാമധാന ഭേദങ്ങളിൽ ഏതെങ്കിലും ഉപായം കൊണ്ട് അതിനെ നീ നശിപ്പിക്കണം. വ്യാസ ഉവാച ശ്രുത്വാ മാതൃവച ശക്രോ വിചിന്യ മനസോ തഥാ ജഗാമാപരമാതു സ സമീപമരാധിപാം. അമരാധിപതിയായ ശക്രൻ അമ്മയുടെ വാക്ക് കേട്ട് മനസ്സ അല്പം ഒന്ന് ആലോചിച്ചു. പിന്നെ നേരെ ചിറ്റമ്മയുടെ അടുത്തേക്ക് ചെന്നു. വന്ദേ വിനയാത്പാദൗ ധിത്യാ പാപ മതിർനൃപാ പ്രോവാച വിനയേനാസൗ മധുരം വിഷഗർഭിതം. രാജാവെ, ഇന്ദ്രൻ പാപചിന്തയോടുകൂടി ദിതിയുടെ പാദം വിനയപൂർവ്വം വന്ദിച്ചു. വിഷം ഉള്ളിൽ ഒതുക്കി വെച്ച് വിനയമധുരമായി സംഭാഷണം ചെയ്തു. ഇന്ദ്ര ഉവാച മാതസ്ത്വാമൃതയുക്താസി ക്ഷീണദേഹാദി ദുർബലാം സേവാർത്ഥമിഹ സംപ്രാപ്ത കിം കർത്തവ്യം വദസ്വമേ. അമ്മേ, അമ്മ വ്രതം നോറ്റിരിക്കുകയാണല്ലോ. ശരീരത്തിന് ബലം കാണില്ല, ക്ഷീണവും ഉണ്ടാകും. ഞാൻ അമ്മയെ പരിപാലിക്കാനാണ് വന്നത്. എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന് പറയൂ. പാദസംവാഹനം തേ അഹം കരിഷ്യാമി പതിവ്രതേ ഗുരുശുശ്രൂഷണാത് പുണ്യം ലഭതേ ഗതിമക്ഷയാം. ഞാൻ അമ്മയുടെ കാല് തടവിത്തരട്ടെ. പാതിവ്രത്യനിഷ്ഠയുള്ള അമ്മ എനിക്ക് ഗുരുവാണ്. ഗുരുശുശ്രൂഷ കൊണ്ട് പുണ്യവും അനശ്വരവുമായ ഗതിയും ലഭിക്കും. നമേ കിമപി ഭേദോ അസ്തി തദാദിത്യാശപേ കില ഇത്യുക്ത്വാ ചരണൗ സംപൃഷ്ടോ സംവാഹനപരോ അഭവത്. അമ്മയും എൻ്റെ പെറ്റമ്മയായ അതിഥിയും തമ്മിൽ എനിക്ക് ഒരു ഭേദവുമില്ലെന്ന് ഞാൻ ആണയിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ദിതിയുടെ കാൽ തടവാൻ തുടങ്ങി. സംവാഹന സുഖം പ്രാപ്യ നിദ്രാമാപാസുലോചന ശാന്താവ്രത കൃഷാ സുപ്ത വിശ്വസ്ത പരമാസതി. കാലൊഴിയുന്ന സുഖത്തിൽ ആ സുമുഖി ഉറങ്ങിപ്പോയി. വ്രതകൃഷയും ക്ഷീണിതയുമായ ആ സ്വാധി ഇന്ദ്രന്റെ വാക്കിൽ വിശ്വസിച്ച് ഉറക്കമായി. താം നിദ്രാവശമാപന്ന വിലോക്യ പ്രാവിശത്തനം രൂപം കൃത്വാതി സൂക്ഷ്മം ച ശസ്ത്രപാണി സമാഹിത. അവൾ ഉറങ്ങിയെന്നു കണ്ടപ്പോൾ അതിസൂക്ഷ്മമായ രൂപം സ്വീകരിച്ച് ശ്രദ്ധയോടെ ശസ്ത്രപാണിയായി ദേവേന്ദ്രൻ ആ ശരീരത്തിൽ കടന്നു. ഉദരം പ്രവിവേശാശു തസ്യാ യോഗബലേന വൈ ഗർഗം ചകർത്ത വജ്രേണ സപ്ത വിനായക. വേഗം അവളുടെ ഉദരത്തിലേക്ക് യോഗബലത്താൽ പ്രവേശിച്ചിട്ട് വജ്രധാരി ആ ഗർഭത്തെ വജ്രം കൊണ്ട് 7 മുറിച്ചു. രുരോധാചാതദാ ബാലോ വജ്രേണ ബിഹദസ്തദാ മാരുതേ ശനൈർവാക്യമുവാച മഘവാനമും. വജ്രം കൊണ്ട് മുറിഞ്ഞ് ആ ശിശു കരഞ്ഞപ്പോൾ ഇന്ദ്രൻ അതിനോട് കരയരുതേ എന്ന് പതുക്കെ പറഞ്ഞു. ശകലാനി പുനഃ സപ്തധാ കർത്തിത്താനി ച തദാ ചൈകോനപശാശൻ മരുതശാവനൃപ. 7 മുറിച്ച ഓരോന്നും വീണ്ടും 7 മുറിച്ചു. അങ്ങനെ 49 മരുത്തുക്കൾ ഉണ്ടായി.
തദാ പ്രബുദ്ധാ സുപതി ജ്ഞാത്വാ ഗർഭം തദാ കൃതം ഇന്ദ്രേണാചലരൂപേണ ചുകോപാ ദൃശദുഃഖിത. അപ്പോഴേക്കും ദിതി ഉണർന്നു കഴിഞ്ഞു. ഇന്ദ്രൻ കാപട്യം കാണിച്ചു തൻ്റെ ഗർഭത്തെ ഇങ്ങനെ മുറിച്ചതായി മനസ്സിലാക്കി വളരെ കോപിച്ചു. അവൾക്ക് ദുഃഖം അടക്കാൻ കഴിഞ്ഞില്ല. ഭഗിനീകൃതം തു സാ ബുദ്ധ്വാ ശശാപ കുപിതാ തദാ അതിഥിം നഗവന്തം ച സത്യവ്രതപരായണ. തൻ്റെ സഹോദരിയാണ് ഇങ്ങനെ ചെയ്യിച്ചതെന്നറിഞ്ഞ് കുപിതയായി. സത്യനിഷ്ഠയായ അവൾ അതിഥിയെയും ഇന്ദ്രനെയും ശപിച്ചു. യഥാ മേ കത്തിതോ ഗർഭസ്തവ പുത്രേണ ചത്മനാ തഥാ തന്നാശമായാതോ രാജ്യം ത്രിഭുവനസ്യതു. നിന്റെ പുത്രൻ എൻ്റെ ഗർഭം കാപട്യത്താൽ നശിപ്പിച്ചതുകൊണ്ട് അവന് ത്രിഭുവനത്തിൻ്റെ നായകത്വം നഷ്ടപ്പെടട്ടെ. തഥാ യഥാ ഗുപ്തേന പാപേന മമ ഗർഭോ നിപാതിതാ അദിത്യാ പാപചാരിണ്യാ യഥാ മേ ഘാതിതസുധാ. പാപിയായ ഇന്ദ്രൻ കളവായി എൻ്റെ ഗർഭം വീഴ്ത്തിയതുപോലെ പാപിഷ്ഠയായ അതിഥി എൻ്റെ പുത്രനെ നശിപ്പിച്ചതുപോലെ തസ്യാ പുത്രാസ്തു നശ്യന്തു ജാതാ ജാതാ പുനഃ പുനഃ കാരാഗാരേ വസത്വേഷാ പുത്രശോകാതുരാഭൃശം. അവളുടെ പുത്രന്മാർ ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് തന്നെ നശിക്കാനിടവരട്ടെ. പുത്രദുഃഖം അനുഭവിച്ചുകൊണ്ട് അവൾ കാരാഗ്രഹത്തിൽ കിടക്കാനിടയാവട്ടെ. അന്യജന്മനി ചാപ്യേവ മൃതാവത്യാ ഭവിഷ്യതി. അടുത്ത ജന്മത്തിൽ തന്നെ അവൾ മക്കൾ മരിച്ചവളായി തീരട്ടെ. വ്യാസ ഉവാച ഇത്യുസൃഷ്ടം തദാ ശ്രുത്വാ ശാപം മരീചി നന്ദന. ഇങ്ങനെ ശപിച്ചത് കേട്ടപ്പോൾ കശ്യപൻ ഉവാച പ്രണയോ ഭേദോ വചനം ചമയന്നിവ മാ കോപം കുരു കല്യാണി പുത്രസ്തേ ഫലവത്തരാം. വളരെ സ്നേഹത്തോടു കൂടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭദ്രയെ കോപിക്കരുത്. നിന്റെ പുത്രന്മാരെല്ലാം നല്ല ശക്തരായിത്തീരും. ഭവിഷ്യന്തി സുരാ സർവേ മരുതോ മഗവത്സഖാം ശാപോ അയം തവ വാമോരോ തൊഷ്ടാവിംശേ അധ ദ്വാപരേ. അവരെല്ലാം ദേവന്മാരും ദേവേന്ദ്രന്റെ ചങ്ങാതിമാരുമായി തീരും. ഹേ സുമുഖി, നിന്റെ ശാപം 28ാമത്തെ ദ്വാപരായുഗത്തിൽ അംശേന മാനുഷം ജന്മ പ്രാപ്യ ഭോക്ഷ്യതി ഭാമിനി വരുണേനാഭിധത്തോ അസ്തി ശാപ സന്താപിതേന ച. നിന്റെ സഹോദരി അംശം കൊണ്ട് മനുഷ്യജന്മം പ്രാപിച്ച് അനുഭവിക്കും. ദുഃഖിതനായ വരുണനും അവളെ ശപിച്ചിട്ടുണ്ട്. ഉഭയോ ശാപയോഗേന മാനുഷീയം ഭവിഷ്യതി. രണ്ടുപേരുടെയും ശാപം ഏറ്റതുമൂലം ഇവൾ മനുഷ്യ സ്ത്രീയായി ജനിക്കും. വ്യാസ ഉവാച പതിനാ അശ്വാസിതാ ദേവി സന്തുഷ്ട സാ അഭവത്തതാ. ഭർത്താവ് ഇങ്ങനെ ആശ്വസിപ്പിച്ചപ്പോൾ അവൾ സന്തുഷ്ടയായി തീർന്നു. നോവാച വിപ്രിയം കിച്ചിത്തൈതാ സവരവർണിനി ഇദിത്തേ കഥിതം രാജൻ പൂർവശാപസ്യ കാരണം. അതിഥിർദേവകേ ജാതാ സ്വാശേന നൃപസത്തമ. പിന്നെ കുലീനിയായ അവൾ അപ്രിയമായിട്ടൊന്നും പറഞ്ഞില്ല. രാജാവെ, ഇങ്ങനെ പൂർവശാപത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിഥി സ്വാംശം കൊണ്ട് ദേവകിയായി ജനിക്കുകയും ചെയ്തു. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥ സ്കന്ധേ തൃതീയോധ്യായ. ഓം മഹാദേവേ നമഃ.